കേസിൽ തട്ടി UDFന്റെ സകല പ്രതീക്ഷകളും തകർന്നടിയുമോ? എന്താണ് അഭിരാമിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? പെണ്ണ് കേസുകൾക്ക് എന്നും കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ഒരു ചരിത്രമാണുള്ളത്. എന്തിനേറെ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം നഷ്ടമായതുപോലും ഒരു പെണ്ണ് കേസായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സോളാർ തട്ടിപ്പ് കേസിനേക്കാൾ ആ ഒരു കേസിൽ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സോളാർ നായിക ഉയർത്തിയ സ്ത്രീപീഡന പരാതിയും തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളുമാണ് അന്നത്തെ UDF സർക്കാരിനെ ശരിക്കും ഉലച്ചിരുന്നത്. ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ കീഴിലെ ചില മന്ത്രിമാരും മുതൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള വമ്പന്മാരെ വരെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങളായിരുന്നു അത്. അതിന്റെ കൂടെ എഫക്റ്റാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദൃശ്യമായിരുന്നത്. UDF തകർന്നടിഞ്ഞപ്പോൾ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റിരുന്നത്. ഇതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയ്ക്ക് കാരണമായിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണമികവ് തന്നെയായിരുന്നു. കാരണം പ്രളയത്തിലും അതുപോലെ തന്നെ നിപ്പ, കോവിഡ് തുടങ്ങിയ വൈറസുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ നടപടികളിലുമെല്ലാം സർക്കാർ ഇടപെടലുകളും അതുപോലെ തന്നെ അവർ നൽകിയിട്ടുള്ള സഹായവുമെല്ലാം വോട്ടർമാരെ അക്കാലത്ത് അത്രമാത്രമാണ് സ്വാധീനിച്ചിരുന്നത്. ഇനി നമുക്ക് പുതിയ കാലത്തിലേക്ക് വരാം. അതായത് വരുന്ന ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ഇടതുപക്ഷം പ്രചരണ വിഷയമാക്കാൻ പോകുന്നതും 2016 പോലെ മറ്റൊരു പെണ്ണ് കേസ് തന്നെയായിരിക്കും. അതിനുള്ളൊരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. പാലക്കാട് MLA ആയി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിയാക്കി 3 സ്ത്രീപീഡന കേസുകളാണ് നിലവിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ കേസിലാണ് മാങ്കൂട്ടത്തിലിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പരാതികളിലും ഈ കോൺഗ്രസ് MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞെന്നും ഈ വിവാദത്തിൽ എന്നും തലയൂരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര എളുപ്പം കഴിയുകയൊന്നുമില്ല. ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ തന്നെ മാങ്കൂട്ടത്തില് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയും ഒക്കെ ആയിരുന്നു എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ട് പോലും നടപടി സ്വീകരിക്കാതിരുന്നവര് ഈ ഒരു സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നടപടിക്ക് തയ്യാറായത് എന്നതും എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമുഖത്തിന്റെ ഒരു അടയാളപ്പെടുത്തലായി ഈ ഓരോ വെളിപ്പെടുത്തലുകളെയും ചിത്രീകരിക്കാനാണ് CPM നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ക്രൈം സിൻഡിക്കേറ്റിന് നേതൃത്വം കൊടുക്കുന്നത് വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലാണെന്ന് തുറന്നടിച്ചിരുന്നത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ്. ഇതിൽ നിന്ന് തന്നെ ഇടതുപക്ഷത്തിന്റെ അടുത്ത ടാർഗറ്റും എന്തായാലും വ്യക്തമാണ്.